നമസ്കാരം. പ്രധാന വാർത്തകൾ. AK ആന്റണിക്കെതിരെ VS അച്യുതാനന്ദന്റെ പരാമർശം അതിരുകടന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ വിമർശത്തെ ഉൾക്കൊള്ളുവാൻ VSന് സഹിഷ്ണുതയില്ലെന്നും മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള അധോലോക സംഘമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. സെക്സ് റാക്കറ്റിന്റെ നിലയിൽ ഭരണം അധപ്പതിച്ചുവെന്നും പിണറായി. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച ടെൻഡർ നടപടികൾക്ക് സർക്കാരിന്റെ അംഗീകാരം. BMGBC നിലവാരത്തിൽ നിർമ്മിക്കുവാനാണ് പദ്ധതി. റാന്നിയിൽ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്ക് തുടക്കമായി. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. AK ആന്റണിക്കെതിരായ VS അച്യുതാനന്ദന്റെ പരാമർശം അതിരുകടന്നതാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. രാഷ്ട്രീയ വിമർശനത്തെ പോലും ഉൾക്കൊള്ളുവാൻ VSന് സഹിഷ്ണുത ഇല്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടെഴുന്നള്ളത്തിൽ രാജാവിന് കണ്ണുകിട്ടാതിരിക്കാൻ കൂടെ നടക്കുമായിരുന്ന കുള്ളനോട് ഉപമിച്ചായിരുന്നു ആന്റണിക്കെതിരായ VSന്റെ പ്രസ്താവന. അഴിമതിക്ക് വിളക്ക് തെളിക്കുന്ന ആറാട്ടുമുണ്ടനായി AK ആന്റണി മാറിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. UPA സർക്കാരിന്റെ അവസാന കാലം വരെ മന്ത്രിസഭയിൽ കടിച്ചു തൂങ്ങിയ ആന്റണിക്ക് ഗൌരവമുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ലെന്നും VS പറഞ്ഞു. കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള അധോലോക സംഘമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധിയും വേണ്ടെന്നാണ് ഇവരുടെ വിചാരം. സെക്സ് റാക്കറ്റിന്റെ നിലവാരത്തിലേക്ക് ഇവർ അധപ്പതിച്ചിരിക്കുന്നു. കേസിൽ നിന്നും തലയൂരുവാൻ കോഴ കൊടുക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ജയിലുകൾ ഡീലുറപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞുവെന്നും ഒരു കാലത്തും ഇത്ര അധമന്മാരായ മന്ത്രിസംഘത്തെ കേരളം കണ്ടിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരായ പെൻഷനേഴ്സിന് ജീവൻ പ്രമാണിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം എട്ടിയപ്പാറ KCIF കമ്പ്യൂട്ടർ കോളേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയൊരു ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച ടെൻഡറിന് സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. 2014 ആഗസ്റ്റിലാണ് റോഡ് നിർമ്മാണം സംബന്ധിച്ച ടെൻഡർ നടപടികൾ ആരംഭിച്ചത്. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച ടെൻഡറിന് സർക്കാർ അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. 2014 ആഗസ്റ്റിലാണ് റോഡ് നിർമ്മാണം സംബന്ധിച്ച ടെൻഡർ നടപടികൾ ആരംഭിച്ചത്. 5 കോടിയിലധികം രൂപ ചെലവഴിക്കേണ്ടി വരുന്ന പ്രവർത്തികളുടെ ടെൻഡർ അംഗീകരിക്കണമെങ്കിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതിയുടെ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം. ഈ കമ്മിറ്റി കൂടാൻ വൈകിയതാണ് ടെൻഡർ നടപടികൾ അംഗീകരിച്ച് ഉത്തരവുണ്ടാകുവാൻ കാലതാമസമെടുത്തത്. കാലതാമസം നേരിട്ടപ്പോഴാണ് രാജു എബ്രഹാം MLA ചീഫ് സെക്രട്ടറിയുമായും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയതും ഏപ്രിൽ അവസാനം കമ്മിറ്റി കൂടുവാനും തീരുമാനിച്ചത്. തുടർന്ന് കമ്മിറ്റി തീരുമാനപ്രകാരം പൊതുമരാമത്ത് മന്ത്രി BK ഇബ്രാഹിം കുഞ്ഞിന്റെ അനുമതിക്കായി ഫയൽ സമർപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ അനുമതി കൂടി ലഭിച്ചതാണ് ഇപ്പോൾ ടെൻഡർ നടപടികൾക്ക് അംഗീകാരം കിട്ടുവാൻ കാരണം. തുടർന്ന് ഈ ഉത്തരവ് NH ചീഫ് എഞ്ചിനീയർക്ക് കൈമാറും. ഇതോടെ പ്രവൃത്തി ഏറ്റെടുക്കൽ നോട്ടീസ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കരാറുകാരന് സെലക്ഷൻ നോട്ടീസ് നൽകും. കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മുമ്പിൽ എഗ്രിമെന്റും വയ്ക്കും. ഇതോടെ പാതയുടെ പണികൾ ആരംഭിക്കുവാനാവും. മല്ലപ്പള്ളി ഹൈസ്കൂൾ പടിയിൽ നിന്നും ആരംഭിച്ച് എരുമറ്റൂർ, ചാലാപ്പള്ളി, വൃന്ദാവനം, തീയാടിക്കൽ, ചെറുകോൽപ്പുഴ വഴി കോഴഞ്ചേരിയിൽ എത്തുന്ന 22.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. BMNBC നിലവാരത്തിലായിരിക്കും ഈ റോഡിന്റെ നിർമ്മാണമെന്നും രാജു എബ്രഹാം MLA അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ട് 40 വർഷം തികയുകയാണ്. 1975 ജൂൺ 25 രാത്രി 11:45 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്.
ലോകം മുഴുവനും ശ്രദ്ധിക്കുകയും ഉറ്റുനോക്കുകയും ചെയ്ത അടിയന്തരാവസ്ഥ കാലയളവ് ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമായാണ് വിശേഷിപ്പിക്കുന്നത്. വീണ്ടും ഒരു ജൂൺ 25. 40 വർഷം മുമ്പ് ഇതുപോലൊരു ഇടവപ്പാതയിലെ ഒരു പ്രഭാതത്തിൽ ആകാശവാണിയും ദിനപത്രങ്ങളും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ജനങ്ങളിലെത്തിച്ചു. ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് പുറപ്പെടുവിച്ച പ്രസ്താവനയായിരുന്നു അത്. ഒപ്പം രാജ്യത്ത് പ്രതിപക്ഷ നേതൃത്വ നിരയിലെ പ്രമുഖരെല്ലാം അറസ്റ്റിലെന്ന വാർത്തയും ജനങ്ങളിൽ എത്തി. മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, ചന്ദ്രശേഖർ തുടങ്ങിയവരും, ലോക് നായക് ജയപ്രകാശ് നാരായണൻ, LK അദ്വാനി, മധുലുമെ, മധുദണ്ഡവതെ തുടങ്ങിയ പ്രതിപക്ഷ നേതൃത്വ നിരയിലെ ഒട്ടനവധി പ്രമുഖരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കേരളത്തിൽ പത്രസ്ഥാപനങ്ങൾ പൂട്ടി. സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചു. നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം സർക്കാർ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചു. കേരളത്തിലും നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർക്കെല്ലാം ജയിൽ തടവും വിധിക്കപ്പെട്ടു. മൊറാർജി ദേശായിയുടെയും ജയപ്രകാശ് നാരായണന്റെയും ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണത്തിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നുവന്ന സമരങ്ങളിൽ ഉണ്ടായ ജനമുന്നേറ്റത്തെ തുടർന്ന് ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് നേരിട്ട ആദ്യത്തെ വെല്ലുവിളിയായിരുന്നു അത്. ആ ദിവസം തന്നെ ഉത്തർപ്രദേശിലെ റായ്ബിലേലി മണ്ഡലത്തിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ വിജയത്തെ ചോദ്യം ചെയ്ത് രാജനാരായണൻ നൽകിയ കേസ് പരിഗണിച്ച കോടതി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി. 20 ദിവസത്തിനുള്ളിൽ രാജ്യം ഭരിക്കുവാൻ പകരം സംവിധാനം ഒരുക്കണമെന്നും കോടതി നിർദ്ദേശവും നൽകി. അലഹബാദ് കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇന്ദിരാഗാന്ധി സ്ഥാനം ഒഴിയേണ്ടെന്നും എന്നാൽ പാർലമെന്റ് വോട്ടെടുപ്പിൽ പങ്കെടുക്കരുതെന്നും ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വിധി പ്രസ്താവിച്ചു. ഡൽഹിയിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വൻ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. ഇതൊക്കെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. അതിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധിയും തന്റെ അടുത്ത അനുയായിയായ സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവുമായി കൂടിയാലോചിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ തീരുമാനമെടുത്തു. ഇന്ദിരാഗാന്ധിയുടെ ഉപദേശമനുസരിച്ച് 1975 ജൂൺ 25 രാത്രി 11:45 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഉത്തരവിൽ ഒപ്പുവെച്ചു. C. അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. K. കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. നക്സലൈറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, CPM പ്രവർത്തകർ, RSS പ്രവർത്തകർ, സോഷ്യലിസ്റ്റുകൾ തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ തടവറയിലാക്കി. അക്കാലത്തും പിന്നീടും ഏറെ വിവാദമായ കേസായിരുന്നു രാജൻ കേസ്. തന്റെ മകന്റെ മരണത്തെ സംബന്ധിച്ചുള്ള സത്യം കണ്ടുപിടിക്കുന്നതിനായി രാജന്റെ പിതാവ് ഈശ്വര വാര്യർ നടത്തിയ നിയമ പോരാട്ടങ്ങൾ ചരിത്രമായി ഇന്നും നിലകൊള്ളുന്നു. വിവാദമായ ഈ കേസിലാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരൻ രാജിവെക്കേണ്ടി വന്നത്. 1977 മാർച്ച് 23 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും ഉറ്റുനോക്കുകയും ചെയ്ത അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 40 വയസ്സ് തികയുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഭരണഘടനയിലെ ചട്ടങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി ദി ഡ്രാമാറ്റിക് ഡീകോഡ് ദി ഇന്ദിര ഇയേഴ്സ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിട്ടാണ് അടിയന്തരാവസ്ഥയെ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. കൾച്ചറൽ ഡെസ്ക്, സിറ്റി ന്യൂസ്. മെയ് മാസത്തിലെ റേഷൻ പഞ്ചസാര എല്ലാ BPL AAY കാർഡുകളിലെയും ഓരോ അംഗത്തിനും 400 ഗ്രാം വീതം കിലോയ്ക്ക് 13 രൂപ 50 പൈസ നിരക്കിൽ ജൂലൈ 11 വരെ അതാത് റേഷൻ കടകളിൽ ലഭിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Trine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. A Maruti Alto 800 only for the first 10 purchases. Call 9349 383837. വാർത്തകൾ തുടരുന്നു. കർഷക സംഘം റാന്നി മേഖലാ കമ്മിറ്റിയുടെയും CPM റാന്നി ലോക്കൽ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റാന്നിയിൽ ജൈവ പച്ചക്കറി ശില്പശാലയും സൌജന്യ വിത്ത് വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം S. ഹരദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വയം പര്യാപ്ത പച്ചക്കറി ഗ്രാമം, വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ നാടിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യവുമായി CPM നടത്തുന്ന ജനകീയ പച്ചക്കറി കൃഷി പരിപാടി റാന്നി ഗ്രാമപഞ്ചായത്തിലും വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കർഷക സംഘം റാന്നി മേഖലാ കമ്മിറ്റിയും CPM റാന്നി ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ജൈവ പച്ചക്കറി ശില്പശാല റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘാടക സമിതി ചെയർമാൻ PR പ്രസാദ് അധ്യക്ഷനായിരുന്നു. വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ ഭാവി തലമുറയ്ക്ക്, ഭാവി തലമുറയുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. നിരവധി വാർത്തകൾ നമ്മുടെ നാട്ടുപുറത്തിൽ വലിയ രോഗങ്ങൾ മൂലം കുടുംബം വരെ നശിച്ചു പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നു. രോഗം വന്നതിൻ്റെ പേരിൽ
കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ തകരാറിലായി കുടുംബം കാലഹരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ S. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ രാസവള പ്രയോഗത്തോടുകൂടെ നടത്തുന്ന കൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും ഇത് രണ്ടാണ്. അപ്പം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്പോളത്തിൽ ലഭ്യമാകുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതിൽ മഹാഭൂരിപക്ഷവും വിഷലിപ്തമായവയാണ്. നമുക്കൊക്കെ അറിയാം, ഓരോ ദിവസം കഴിയും തോറും നമുക്കൊക്കെ ഓരോരോ പുതിയ രോഗങ്ങൾ പിടിപെടുകയാണ്. ഈ രോഗങ്ങൾ പിടിപെടുന്നതിൻ്റെ ഫലമായിട്ട് ആഹാരം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മരുന്ന് കഴിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറേണ്ടി വരുന്നു. ഇന്ന് കേരളത്തിൽ മറ്റൊരു സംസ്കാരം വളർന്നിട്ടുണ്ട്. ഈ വിദേശ പണത്തിൻ്റെ കടന്നുവരവോടുകൂടി കേരളീയരായ നാം പലരും സ്വന്തം അധ്വാനം ചെലവഴിച്ച് അധ്വാനത്തിൻ്റെ പ്രതിഫലമായ കാർഷിക ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് നെല്ല് ഉൽപ്പാദിപ്പിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാകുന്നില്ല. മികച്ച കർഷകരെ CPM റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി റോഷൻ റോയ് മാത്യു ആദരിച്ചു. ഇന്ന് മണ്ണ് അവന്റെ ആവശ്യത്തിന് വേണ്ടി വെട്ടിപ്പിടിക്കാനുള്ള മണ്ണായി മാത്രം ഉപയോഗിക്കുന്നു. ഒരു തലമുറ മുഴുവൻ നമ്മുടെ മണ്ണിനെ പൊന്നായി കണ്ടുകൊണ്ട് ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നുവെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് ഇന്ന് മണ്ണും പുതിയ തലമുറയും തമ്മിലുള്ള ബന്ധം എന്തെന്നുള്ളതാണ്. അത് കൂടുതൽ സംവദിക്കുമ്പോഴാണ് ഇത്തരം ജൈവ പച്ചക്കൃഷി, പ്രകൃതിയുടെ സംരക്ഷണം, മനുഷ്യന്റെ ജീവനെല്ലാം ഉറപ്പാക്കുന്ന പദ്ധതികളിലേക്ക് നമ്മൾ കടക്കേണ്ടത്. മികച്ച വനിതാ കർഷകരെയും യോഗത്തിൽ അനുമോദിച്ചു. കൺവീനർ രഞ്ജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ സമ്പൂർണ്ണ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ R. അജിത് കുമാർ ജൈവ പച്ചക്കറി കൃഷിരീതികളെ സംബന്ധിച്ച ക്ലാസുകളെടുത്തു. ജനറൽ കൺവീനർ TN ശിവൻകുട്ടി, സംഘാടക സമിതി കൺവീനർ KR പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. ടെക്നീഷ്യൻ ഇല്ലാത്തത് കാരണം ലക്ഷങ്ങൾ വിലയുള്ള എക്സ്റേ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനാവാതെ നശിക്കുകയാണ്. ലിഫ്റ്റിന്റെ അഭാവവും ശുദ്ധജല വിതരണ സംവിധാനവും ഏർപ്പെടുത്താത്തത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നു. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്ഥാപിച്ച എക്സ്റേ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുവാൻ ആളില്ലാത്തത് കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായി നശിക്കുകയാണ്. 8 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. ആശുപത്രി വികസന സമിതിയുടെ ദീർഘനാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് എക്സ്റേ യൂണിറ്റ് അനുവദിച്ചത്. ടെക്നീഷ്യനെ ലഭിക്കാത്തതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് അയിരൂർ ചെറുകോൽപ്പുഴയിലെ ജില്ലാ ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആയുർവേദ വകുപ്പാണ് ഇവിടെ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. ദിവസവേതന അടിസ്ഥാനത്തിൽ ടെക്നീഷ്യനെ നിയമിക്കുവാനാണ് ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയത്. എന്നാൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഫണ്ടില്ലാത്തത് കാരണം ടെക്നീഷ്യനെ നിയമിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ആശുപത്രിക്ക് ദിവസവരുമാനമായി ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് താനും. പേവാർഡ് ഇല്ലാത്തത് വരുമാനത്തെ കാര്യമായി ബാധിക്കുന്നു. OP ടിക്കറ്റിൽ നിന്നും ലഭിക്കുന്നതാവട്ടെ വളരെ തുച്ഛമായ തുകയാണ്. ഈ നാമമാത്രമായി വരുന്ന വരുമാനത്തിൽ നിന്നും ടെക്നീഷ്യനെ നിയമിക്കുവാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കഴിയുന്നില്ല. കമ്മിറ്റിക്ക് മറ്റ് ഫണ്ടുകളും ലഭ്യമല്ല. കോഴഞ്ചേരിയിലോ റാന്നിയിലോ എത്തി വേണം രോഗികൾക്ക് എക്സ്റേ എടുക്കുവാൻ. സ്വന്തമായിട്ട് ഒരു ആംബുലൻസോ മറ്റു വാഹനങ്ങളോ ഇവിടില്ല. രോഗികൾ തന്നെ കൈക്കാശു മുടക്കിയാണ് എക്സ്റേ എടുക്കുവാൻ പോകുന്നത്. വാദസംബന്ധമായ അസുഖങ്ങൾ, ഒടിവ്, ചതവ് തുടങ്ങി സംഭവിച്ച രോഗികളുടെ കാര്യമാണ് അതിദയനീയം. കിടത്തി ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് 2-3 നിലകൾ കയറേണ്ട ഗതികേടാണുള്ളത്. ലിഫ്റ്റ് ഇല്ലാത്തത് ഇത്തരക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും രോഗികളെ താങ്ങിയെടുത്താണ് ഈ വാർഡുകളിൽ എത്തിക്കുന്നതും അതുപോലെ തന്നെ താഴത്തെ നിലയിൽ എത്തിക്കുന്നതും. ഒരു ലാബ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രവർത്തനം നിലച്ച മട്ടാണ്. 3 മാസമായി ലാബിന്റെ പ്രവർത്തനം നിലച്ചിട്ട്. ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ടായിരുന്നത് ജോലി വിട്ടുപോയി. ഇതിനുശേഷം പുതിയ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുവാൻ നീക്കം നടന്നുവെങ്കിലും നിയമന ഉത്തരവ് കൈപ്പറ്റുവാൻ ആരും മുൻപോട്ട് വന്നില്ല. ഇവിടെയും ദിവസവേതനത്തിനാണ് നിയമനം. ആശുപത്രി സ്ഥാപിച്ചിട്ട് 10 വർഷം പിന്നിട്ടിട്ടും നാളിതുവരെയായും ഇവിടുത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കണ്ടിട്ടില്ല. ജല അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ രോഗികളും സ്റ്റാഫുകളും കഴിയുന്നത്. പലപ്പോഴും ജലവിതരണം കൃത്യമായി നടക്കാത്തത് കാരണം തൊട്ടടുത്ത വീടുകളിൽ നിന്നും വെള്ളം ശേഖരിക്കേണ്ട ഗതികേടിലാണ് രോഗികളും ബന്ധുക്കളും സ്റ്റാഫുകളും. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുവാൻ ഇനി മാസങ്ങൾ
കെട്ടിടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഭരണസമിതിയുടെ ശേഷിക്കുന്ന കാലയളവിനുള്ളിൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായേ മതിയാകൂ. സിറ്റി ന്യൂസ്, റാന്നി. ഡിവൈഎഫ്ഐ റാന്നി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാന്നി ഇട്ടിയപ്പാറയിൽ റോഡ് ഉപരോധിച്ചു. റാന്നിയിലെ അശാസ്ത്രീയ ഗതാഗത സംവിധാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. റാന്നിയിലെ അനധികൃത പാർക്കിങ്ങിനെതിരെയും അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾക്കെതിരെയും റാന്നി പഴയ ബൈപ്പാസിൽ നിന്നും വലിയ വാഹനങ്ങൾ പോക്കറ്റ് റോഡ് വഴി മിനർവ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നതിനെതിരെയും അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ റാന്നി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഉപരോധ സമരം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പൊന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൺ വേ സംവിധാനം ആക്കിയിട്ട് എങ്കിലും അത് നടപ്പിലാക്കാതെ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, ബസ്സും ലോറികളും എല്ലാം ഈ പഞ്ചായത്ത് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഈ വൺ വേ തെറ്റിച്ച് വാഹനം കടന്നുപോയി ഇട്ടിയപ്പാറ വെച്ച് അപകടം നേരിട്ടു. ഇത് പലപ്പോഴായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും രാവിലെ ഇത് ബോർഡ് കണ്ടൊക്കെ 2-3 ബസ്സുകൾ ഇതിൽ കടന്നുപോയി അത് തിരിച്ചുവിടേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ റാന്നി ടൗൺ യൂണിറ്റ് സെക്രട്ടറി അശ്വിൻ അധ്യക്ഷനായിരുന്നു. ഉപരോധത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ പഴയ ബൈപ്പാസിൽ നിന്നും പോക്കറ്റ് റോഡ് വഴി മിനർവ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നതായി കാണിച്ച് പ്രവർത്തകർ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി ജോജി, ഡിവൈഎഫ്ഐ റാന്നി യൂണിറ്റ് പ്രസിഡന്റ് ജെറി ചെറുവാഴക്കുന്നിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൺ വേ സംവിധാനം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഡിവൈഎഫ്ഐ ടൗൺ യൂണിറ്റ് ഇതുപോലെ തന്നെ ഒരു ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വെച്ചിരുന്നാൽ തന്നെയും വണ്ടികൾ ഇതിൽ ധാരാളമായി കടന്നു പോകുന്നുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. പുതുശ്ശേരിമല ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ 30-ാം തീയതി രാവിലെ 10 മണിക്ക് പുതുശ്ശേരിമല ഗവൺമെന്റ് UP സ്കൂളിൽ സൌജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തും. മർത്തോമ സഭയിലെ വൈദികനായ റവറന്റ് ഡോക്ടർ MJ ജോസഫ് കശീശായുടെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം ജൂൺ 28-ന് മാതൃ ഇടവകയായ വലിയകാവ് സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടക്കും. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അത്തനാസ്യോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, ജസ്റ്റിസ് KT തോമസ് തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തും. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ SMS മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10:30-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. DFO S ജനാർദ്ദനൻ IFS ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ മാനേജർ പ്രൊഫസർ രാജു കുരുവിള അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ ക്രീവ് ലാബ് ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സാജൻ പാപ്പച്ചൻ സിസ്റ്റത്തിന്റെ പ്രവർത്തന വിശദീകരണം നടത്തുന്നതാണ്. ഒരു ഇടവേള കൂടി. സ്വസ്ഥവും ശാന്തവും പരിസ്ഥിതി സൗഹാർദ്ദവുമായ അന്തരീക്ഷത്തിൽ ഇടക്കുളം SNDP ജംഗ്ഷനിൽ നിന്നും 700 മീറ്റർ ദൂരത്തിലും വടശ്ശേരിക്കര ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി പണിതീർത്ത 1100 സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്ക്. 2 ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ, അടുക്കള, വർക്ക് ഏരിയ, ഹാൾ, സിറ്റ് ഔട്ട് എന്നീ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച പുതുമയാർന്ന ഈ വീട് സ്വന്തമാക്കുവാൻ വിളിക്കുക 9947505055 9544100755. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് സബ്സിഡി പുനഃസ്ഥാപിച്ചു. പരമ്പരാഗതവും അല്ലാത്തതുമായ എല്ലാ സ്ഥലങ്ങളിലും ധനസഹായം ലഭ്യമാക്കുമെന്ന് റബ്ബർ ബോർഡിന്റെ അറിയിപ്പിൽ പറയുന്നു. റബ്ബർ കർഷകർക്ക് പുതുകൃഷിക്കും ആവർത്തന കൃഷിക്കും ലഭിച്ചിരുന്ന കേന്ദ്ര സബ്സിഡി റബ്ബർ ബോർഡ് പുനഃസ്ഥാപിച്ചു. സബ്സിഡി നിർത്തലാക്കിയതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും വൻ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സബ്സിഡി പുനഃസ്ഥാപിക്കുവാൻ കേന്ദ്രം തയ്യാറായത്. ഇതോടെ റബ്ബർ കർഷകർക്ക് തെല്ലൊരു ആശ്വാസമായി. സബ്സിഡി പുനഃസ്ഥാപിക്കുവാൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ റബ്ബർ കൃഷി ധനസഹായ പദ്ധതിയിൽ നിന്ന് കേരളത്തെയും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും ഉൾപ്പെടുന്ന പരമ്പരാഗത മേഖലയെ ഒഴിവാക്കിയെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. പരമ്പരാഗത മേഖലയും അല്ലാത്ത മേഖലയിലും ധനസഹായം ലഭ്യമാക്കുമെന്ന് റബ്ബർ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് ആവർത്തന കൃഷിക്ക് സബ്സിഡി ഗോവ, മണിപ്പൂർ, ത്രിപുര, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് സബ്സിഡി നിർത്തലാക്കുവാൻ കാരണമായി റബ്ബർ ബോർഡ് പറഞ്ഞിരുന്നത്. 25,000 രൂപ വരെ സബ്സിഡിയായി ലഭിക്കുന്ന പദ്ധതി റബ്ബറിന്റെ വിലയിടിവ് മൂലം ദുരിതമനുഭവിക്കുന്ന കേരളത്തിലെ കർഷകരോട് ചെയ്ത കടുത്ത ദ്രോഹമായിരുന്നു. ഈ നടപടിക്കെതിരെയാണ് വൻ പ്രക്ഷോഭം ഉണ്ടായത്. വൻകിട ടയർ ലോബികളുടെയും ഉത്തരേന്ത്യൻ ലോബികളുടെയും
ഇടപെടലുകളുടെ ഭാഗമായാണ് ഇതെന്നും ആരോപണം ഉയർന്നിരുന്നു. കേരളത്തിൽ 25,000 രൂപയും ഇതര സംസ്ഥാനങ്ങളിൽ 35,000 രൂപയുമാണ് 7 വർഷത്തേക്ക് സബ്സിഡിയായി അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 90% റബ്ബർ കൃഷിയുള്ള കേരളത്തിലെ കർഷകരെ അവഗണിച്ച് അന്യസംസ്ഥാനങ്ങളിലെ കാർഷിക വികസനത്തിന് കോടിക്കണക്കിന് രൂപ ഒഴുക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് ദേവാലയത്തിലെ ഓഡിറ്റോറിയത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് നടന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും ഐത്തല സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ ദേവാലയത്തിന്റെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ ദേവാലയം ഓഡിറ്റോറിയത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ വിധു അന്നചാക്കോ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി മലങ്കര കോർഡിനേറ്റർ മേമ സലീം വിശദീകരിച്ചു. മെഡിക്കൽ ഇതിലേക്ക് അങ്കമാലിയുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ കണ്ണിൻ്റെ നേത്ര പരിശോധന ഇവിടെ നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൃത്യം 9 മണിയാകുമ്പോഴത്തേക്കും കഴിയുമ്പോൾ തുടങ്ങും. കൃത്യം ഉച്ച വരെ ആകുമ്പോഴത്തേനും 12:30 ആകുമ്പോഴത്തേനും തീർത്തക്ക രീതിയിലാണ് അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അവരുടെ കണ്ണിൻ്റെ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടച്ചനായിരുന്നു പാതിരൂപതയിലെ വികാരി ജനറലായിട്ട് തിരഞ്ഞെടുത്തു. ഇപ്പോഴത്തെ ഡയറക്ടറായിട്ട് ഫാദർ ബിൻസ് ചേത്തലച്ചനാണ് ഇപ്പോഴത്തെ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഫാദർ ബിബിൻ കണ്ടോത്താണ് ഞങ്ങൾക്ക് നേതൃത്വം തരുന്നത്. ഐത്തല സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ ദേവാലയത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത്തെ നേത്രരോഗ നിർണയ ക്യാമ്പാണിത്. നേത്രരോഗ ചികിത്സയ്ക്ക് ശേഷം ആവശ്യമായ മരുന്നുകൾ ക്യാമ്പിൽ നിന്നും വിതരണം ചെയ്യും. സിറ്റി ന്യൂസ്, റാന്നി. റാന്നിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള ലോ ഫ്ലോർ സർവീസ് ലാഭത്തിലേക്ക് പ്രതിദിനം 5,000-6,000 രൂപയുടെ കളക്ഷൻ ലഭിക്കുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. സർവീസ് ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടു. റാന്നിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള ലോ ഫ്ലോർ ബസ് സർവീസ് ലാഭകരമെന്ന് KSRTC വൃത്തങ്ങൾ അറിയിച്ചു. നിത്യേന ഇപ്പോൾ 5,000-നും 6,000-നും ഇടയിൽ രൂപ കളക്ഷൻ ലഭിക്കുന്നുണ്ട്. സർവീസ് തുടങ്ങിയിട്ട് ഒരാഴ്ച മാത്രം പിന്നിടുമ്പോഴാണ് ലോ ഫ്ലോർ ബസ്സിൽ നിന്നുള്ള വരുമാനം തൃപ്തികരമായ നിലയിലെന്ന് KSRTC അധികൃതർ അറിയിച്ചത്. മണിമല കൊടുങ്ങൂർ വഴിയാണ് കോട്ടയത്തേക്ക് ലോ ഫ്ലോർ ബസ് സർവീസ് നടത്തുന്നത്. റാന്നി ഓപ്പറേറ്റിംഗ് സെന്റർ കൂടാതെ തിരുവല്ല, പത്തനംതിട്ട, കോന്നി ഡിപ്പോകളിലാണ് ലോ ഫ്ലോർ ബസ്സുകൾ ഉള്ളത്. തിരുവല്ല, പത്തനംതിട്ട ഡിപ്പോകൾ ഒഴികെ റാന്നിയും കോന്നി എന്നിവിടങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് നോൺ AC ലോ ഫ്ലോർ ബസ്സുകളാണ്. റാന്നിയിലെ ലോ ഫ്ലോർ ബസ്സിന് വരുമാനം വർദ്ധിക്കുമെന്നാണ് KSRTC അധികൃതർ കരുതുന്നത്. സർവീസിനെ കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ കളക്ഷൻ ഇനിയും കൂടുതലുമെന്നാണ് KSRTC കരുതുന്നത്. സമയക്രമീകരണത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇല്ലെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. ഉടൻ തന്നെ റാന്നിക്ക് ഒരു ലോ ഫ്ലോർ ബസ്സും 2 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കൂടി എത്തിച്ചേരും. സിറ്റി ന്യൂസ്, റാന്നി. സുതാര്യ കേരളം ജില്ലാതല പ്രതിമാസ അവലോകന യോഗം 26-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുന്നതാണ്. ചെറുകുളഞ്ഞി ബദനി ആശ്രമ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജൂലൈ 3-ന് 2:30-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. AK ആന്റണിക്കെതിരെ VS അച്യുതാനന്ദന്റെ പരാമർശം അതിരുകടന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ വിമർശത്തെ ഉൾക്കൊള്ളുവാൻ VSന് സഹിഷ്ണുതയില്ലെന്നും മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള അധോലോക സംഘമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. സെക്സ് റാക്കറ്റിന്റെ നിലയിൽ ഭരണം അധപ്പതിച്ചുവെന്നും പിണറായി. മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച ടെൻഡർ നടപടികൾക്ക് സർക്കാരിന്റെ അംഗീകാരം. BMG-BC നിലവാരത്തിൽ നിർമ്മിക്കുവാനാണ് പദ്ധതി. റാന്നിയിൽ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്ക് തുടക്കമായി. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.